N.D. Appachan ji, Rosa Kuti teacher ji, P.K. Jayalakshmi ji, Majid ji, T.J. Isaac ji, other leaders of the UDF, friends from the press, I'd like to welcome all of you here today. Sri K.C. Venugopal ji, അതുപോലെ തന്നെ UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. First of all, I'd like to congratulate you on the excellent performance here in the Panchayat election. ആദ്യമായി ഇവിടുത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നൽകിയ മികച്ച പെർഫോമൻസിന്, നിങ്ങളുടെ മികച്ച പ്രകടനത്തിന് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി അനുമോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. This would not have been possible without your hard work and your commitment. So I thank you for that. നിങ്ങളുടെ കഠിനാധ്വാനമില്ലാതെ, നിങ്ങളുടെ പ്രതിബദ്ധതയില്ലാതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഈ വിജയം നിങ്ങൾക്ക് സാധ്യമാകുമായിരുന്നില്ല. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ അനുമോദിക്കുന്നു. You know the situation in the country today. It is clear for everybody to see what is going on. ഇന്ന് നമ്മുടെ രാജ്യത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. India is being run by the Prime Minister in the interest of 2 or 3 big businessmen. ഇന്ത്യയെ മുൻപോട്ട് കൊണ്ടുപോകുന്ന, ഇന്ത്യയെ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യയെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് 2 or 3 ബിസിനസ്സുകാരുടെ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും മാത്രം മുൻനിർത്തിയാണ്. Every single industry today has a monopoly controlled by 3 or 4 people. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ വ്യവസായത്തിലും ഇന്ന് ഈ 3 or 4 ബിസിനസ്സുകാരുടെ കുത്തകയും നിയന്ത്രണവുമാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ വ്യവസായങ്ങളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. You look at telecoms, you look at power, you look at infrastructure, airports, ports. Every single thing in India is controlled by limited number of people, 4 or 5 people. നിങ്ങൾ ഈ രാജ്യത്ത് നോക്കുക, ടെലികോം, വൈദ്യുതി, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ, തുറമുഖങ്ങൾ, എയർപോർട്ടുകൾ, ഇതെല്ലാം ഈ കുറച്ചാളുകളുടെ, പരിമിതരായ കുറച്ചാളുകളുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. And some years ago, I noticed that there was an attempt to attack India's farmers. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി, നമ്മുടെ രാജ്യത്തെ കർഷകരെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടായിരുന്നു. It started in Bhatta Parsol and in Yamgiri. അത് ഭട്ട പർസോളിലാണ് നടന്നത്. Where farmers' land was just being taken away. അവിടെ കർഷകരുടെ ഭൂമി അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയായിരുന്നു. And I realized this when one day in Bhatta Parsol, near Bhatta Parsol, a woman came to me and she said to me, they took my land without even telling me. Bhatta Parsol ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്നു. അവർ എന്നോട് പറഞ്ഞു, എന്റെ ഭൂമി എന്നോട് ചോദിക്കാതെ, എന്നോട് അറിയിക്കാതെ, ഞാൻ അറിയാതെയാണ് എന്റെ ഭൂമി അവർ ഏറ്റെടുത്തത്. She said one day some people from a company came and they just took over my field and I said to them, this is my field, and they said no, it is not, it is our field, and then they burnt her crops. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ സ്ത്രീ പറയുകയാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കമ്പനിയിലെ ആളുകൾ വന്ന് പറഞ്ഞു, എന്റെ കൃഷിഭൂമി, അവിടെ വന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഇത് ഞങ്ങൾക്ക് വേണം. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അല്ല, ഇത് എന്റെ ഭൂമിയാണ്. പക്ഷെ അവർ സമ്മതിച്ചില്ല. കമ്പനിയിലെ ആളുകൾ അത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് ആ ഭൂമി അവർ ഏറ്റെടുക്കുകയുണ്ടായി. And so I realized this was a problem and I started a conversation inside the Congress party about this problem. ഈ പ്രശ്നം മനസ്സിലാക്കിയ ശേഷമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഈ പ്രശ്നം മനസ്സിലാക്കാനുള്ള ഒരു സംഭാഷണം ഞാൻ ആരംഭിച്ചത്. And the result of that conversation was a completely new land acquisition bill. ഇതിന്റെ ആ സംഭാഷണത്തിന്റെ, കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള സംഭാഷണത്തിന്റെ റിസൾട്ട് ആയിരുന്നു ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ ഭാഗമായിട്ട് നടന്ന പ്രവർത്തനങ്ങൾ. When we threw out the old British bill and we brought a brand new bill that guaranteed compensation and protection to our farmers. നമ്മൾക്ക് ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ ഭാഗമായിട്ട് ഭൂമി ഏറ്റെടുക്കുമ്പോൾ കർഷകർക്ക് നഷ്ടപരിഹാരം നമ്മൾ ഉറപ്പ് നൽകി. And I was attacked mercilessly by the press for this bill. ഈ സിസ്റ്റം പലപ്പോഴും ഈ ഭൂമി ഏറ്റെടുക്കൽ നിയമം വളരെ കരുണയില്ലാതെ, mercilessly കരുണയില്ലാതെയാണ് കർഷകരോട് പെരുമാറിയിരുന്നത്. And the first
Narendra Modi ji did when he became Prime Minister was try and kill these people. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം ആദ്യം ചെയ്തത് കർഷകരുടെ അവകാശങ്ങൾ മുൻനിർത്തി കർഷകരോട് കാരുണ്യപൂർവ്വം നമ്മൾ ഉണ്ടാക്കിയ ആ നിയമത്തെ ഇല്ലാതാക്കാനാണ് നരേന്ദ്രമോദി ശ്രമിച്ചത്. And we fought him in Parliament and we stopped him from doing it. We stopped him in Parliament and we stopped him from killing the bill. ഈ നിയമം നടപ്പിലാക്കുമ്പോൾ പാർലമെന്റിൽ അദ്ദേഹത്തെ നമ്മൾ എതിർത്തു. പാർലമെന്റിൽ ഈ നിയമം നടപ്പിലാക്കുന്നതിനെതിരെ നമ്മൾ സംസാരിച്ചു. And so he told his chief ministers that he cannot defeat the bill in Parliament. They should kill the bill in the states. ഞങ്ങൾ മുഖ്യമന്ത്രിമാരോട് പറഞ്ഞു, ആ നിയമത്തെ പാർലമെന്റിൽ എതിർക്കുകയല്ല, ഇതിനെ തെരുവുകളിൽ എതിർക്കുക. I'm telling you because this is a set of processes that have been aimed at destroying the Kisans. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, കുറെ പ്രക്രിയകൾ, നിരന്തരമായ കുറെ പ്രക്രിയകളാണ് കർഷകരെ നശിപ്പിക്കാൻ വേണ്ടി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. And now the latest deadly assault on the Kisans has been revealed. ഇപ്പോ കർഷകർക്ക് മേലെയുള്ള ഏറ്റവും മാരകമായിട്ടുള്ള ഒരു പദ്ധതിയാണ്, ആക്രമണമാണ് ഇപ്പൊ നമ്മുടെ മുൻപിൽ വെളിവായിക്കൊണ്ടിരിക്കുന്നത്. And the truth is that most farmers do not actually understand the details of the bill. അത് സത്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഭൂരിഭാഗം കർഷകർക്കും ഈ ബില്ലുകളുടെ, കൃഷി നിയമങ്ങളുടെ വിശദാംശങ്ങൾ മനസ്സിലാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. Because if they did, there would be an agitation all across the country. The country would be on fire. കാരണം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ രാജ്യമെമ്പാടും ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുമായിരുന്നു. And there are three bills basically, three core bills, and I will tell you what they do. മൂന്ന് പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ഉള്ളത്. അവ എന്താണെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. The first bill basically destroys the idea of the mandi. ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് മണ്ടികൾ, അതായത് കർഷകർ അവരുടെ വിപണനം നടത്തുന്ന ചന്തകൾ, അവയെ ഇല്ലാതാക്കുക എന്നതാണ് ആദ്യത്തെ നിയമം. The second bill allows a handful of businesses to store as much agricultural produce as they want. രണ്ടാമത്തെ നിയമം അനുസരിച്ച് വിരലിലെണ്ണാവുന്ന കുറച്ച് ബിസിനസ്സുകാർക്ക്, വ്യവസായികൾക്ക് അവർക്ക് ആവശ്യമുള്ള അത്രയും കാർഷികോൽപ്പന്നങ്ങൾ സംഭരിക്കാൻ സാധിക്കും. So they will be able to control the price of commodities. അതുകൊണ്ട് തന്നെയാണ് ഈ അവശ്യ സാധനങ്ങളുടെ, വസ്തുക്കളുടെ വില അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. And force the farmers to buy at their price. അവരാഗ്രഹിക്കുന്ന വിലയിൽ ഈ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും കർഷകരെ നിർബന്ധിക്കാൻ ഈ നിയമത്തിലൂടെ അവർക്ക് സാധിക്കും. And the third bill basically says that farmers cannot go to court to protect themselves. മൂന്നാമത്തെ നിയമം പറയുന്നത് കർഷകർക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് കോടതിയിലേക്ക് പോകാൻ സാധിക്കില്ല. And the basic idea is to hand the agricultural system of this country to 3 or 4 business people. ഇതിന്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ കാർഷിക വ്യവസ്ഥയെ 2-3 ബിസിനസ്സുമാരുടെ കയ്യിലെ വ്യവസായികൾക്ക് കൊടുക്കുക, തീരെഴുതി കൊടുക്കുക എന്നുള്ളതാണ് ഈ 3 നിയമങ്ങളുടെ പേരിലെ അടിസ്ഥാന ആശയം. You know, in World War II, when Germany attacked Britain, the British Air Force, new Air Force, fought off the Germans. രണ്ടാം ലോക മഹായുദ്ധകാലത്തിൽ ജർമ്മനി ബ്രിട്ടനെ ആക്രമിച്ച സമയത്ത് ബ്രിട്ടീഷ് എയർഫോഴ്സ് ജർമ്മനിക്കെതിരെ പോരാടി. And they saved Britain from German attack. അവരാണ് ജർമ്മൻ ആക്രമണത്തിൽ നിന്ന് ബ്രിട്ടനെ രക്ഷിച്ചത്. And after the Battle of Britain, the British Prime Minister Churchill made a speech where he said, "Never was so much owed by so many to so few." ഈ ആക്രമണത്തിന് ശേഷം, ബ്രിട്ടീഷുകാർ ജർമ്മൻ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ച ശേഷം, ചർച്ചിൽ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ചർച്ചിൽ, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ഒരു കാര്യം പറയുകയുണ്ടായി. ഒരിക്കലും ഇത്ര മാത്രം കുറച്ചു പേർക്ക് നൽകിയിരുന്നില്ല. അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. Never was so much owed by so many to so few. ഒരിക്കലും ഇത്രയധികം കാര്യങ്ങൾ ഒരുപാട് ആളുകൾ കുറച്ചു ആളുകൾക്ക് വേണ്ടി കടപ്പെട്ടിരുന്നില്ല. അതായത് ഇത്രയധികം കാര്യങ്ങൾ കുറച്ചു മനുഷ്യർക്കായി മാത്രം നമ്മൾ ഒരിക്കലും കടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അതാണ് ചർച്ചിൽ പറഞ്ഞത്.
So somebody should make a speech in the Indian Parliament and they should say, never was so much stolen by so few from so many. ഇന്നത്തെ ഇന്ത്യൻ പാർലമെന്റിൽ ആരെങ്കിലും ഒരു പ്രസംഗം പറയണം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇത്ര മാത്രം ഒരുപാട് ആളുകളിൽ നിന്ന് കുറച്ചുപേർ മോഷ്ടിച്ചെടുത്തിരുന്നില്ല എന്ന് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ ആരെങ്കിലും ഉറക്കെ പറയുന്ന ഒരു കാലഘട്ടം നടക്കുന്ന. Friends, 5 to 10 people are stealing because that is what is happening. Every single farmer's produce. So They are stealing from every single worker who works on the farms. They are stealing from every single person who works in the mandis. They are stealing from every truck driver who takes the wheat from the farm to the mandi. That is what is happening. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 5 മുതൽ 10 വരെയുള്ള കുറെ ആളുകൾ ഇവിടുത്തെ ഓരോ കർഷകരിൽ നിന്നും മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കർഷകന്റെയും ഉൽപാദന വസ്തുക്കൾ അവർ മോഷ്ടിക്കുകയാണ്. വീറ്റിന്, ഗോതമ്പിനെ കൊണ്ടുപോകുന്ന ട്രക്കിൽ നിന്ന് അവർ മോഷ്ടിക്കുകയാണ്. ഓരോ കർഷകരിൽ നിന്നും വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ മോഷ്ടിക്കുന്ന അവസ്ഥയാണ് ഇന്ന് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. And the Prime Minister of India is organizing the robbery. അതുമാത്രമല്ല, ഈ കൊള്ളത്തരം ആസൂത്രണം ചെയ്യുന്നത്, സംഘടിപ്പിക്കുന്നത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. So it is our duty to tell the farmers of India what is being done to them. It is the duty of the UDF and the Congress Party. അതുകൊണ്ട് ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, UPAയുടെയും കോൺഗ്രസിന്റെയും ഉത്തരവാദിത്തമാണ് ഈ രാജ്യത്തെ കർഷകരോട് പറഞ്ഞ് മനസ്സിലാക്കുക അവർക്കെതിരെ എന്താണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത. Because this is not just a crime against farmers, it is a crime against India. നമ്മുടെ കർഷകർക്കെതിരെ നടക്കുന്ന ഏത് പ്രവൃത്തിയും, കർഷകർക്കെതിരെ നടക്കുന്ന ഏത് ആക്രമണവും, ഏത് പ്രശ്നവും അത് ഇന്ത്യക്കെതിരെയുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മുടെ കർഷകരെ ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കണം. You will ask, but why is the Prime Minister doing this? നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇത് ചെയ്യുന്നത്? He is doing this because the people who he is gifting India's agriculture to control the media and do all his marketing for him. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇത് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? ആർക്കു വേണ്ടിയാണോ ഈ രാജ്യത്തെ കർഷക വ്യവസ്ഥയെ അദ്ദേഹം തീരെഴുതി കൊടുക്കുന്നത്, ആ മനുഷ്യരാണ് ഇവിടുത്തെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ട പണം നൽകുന്നത് ആ മനുഷ്യരാണ്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത് ചെയ്യുന്നത്. The day these 5-10 businessmen decide that the Prime Minister cannot come on their TV channels is the day the Prime Minister is finished. ഏത് ദിവസമാണോ ഈ പറയുന്ന 5 മുതൽ 10 വരെ മാധ്യമത്തിലുള്ള ആളുകൾ തീരുമാനിക്കുന്നത്, മാധ്യമങ്ങളുടെ ഉടമസ്ഥരായ ആളുകൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ ഈ പ്രധാനമന്ത്രിക്ക് ഞങ്ങളുടെ TV ചാനലുകളിൽ വരാൻ പറ്റില്ല, അതായിരിക്കും അന്നത്തോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾ അവസാനിക്കുക. Very simple deal. You give us India's wealth, we will give you access to television and media. വളരെ ലളിതമാണ് ഈ കാര്യം. നിങ്ങൾ പ്രധാനമന്ത്രിയുമായിട്ട് അവർക്കുള്ള ഉടമ്പടി വളരെ ലളിതമാണ്. നിങ്ങൾ ഇന്ത്യയുടെ സ്വത്ത് ഞങ്ങൾക്ക് നൽകുക, നിങ്ങൾക്ക് ഞങ്ങളുടെ മാധ്യമങ്ങളിൽ, ഞങ്ങളുടെ ടെലിവിഷനിൽ, ഞങ്ങളുടെ മീഡിയയിൽ നിങ്ങൾക്ക് സാന്നിധ്യം നൽകും, പ്രവേശനം നൽകും. ഇതാണ് ഇവർ തമ്മിലുള്ള ഉടമ്പടി. It is our duty to tell the people of India that this is what is happening to them. നമ്മുടെ ചുമതലയാണ്, നമ്മുടെ കടമയാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുക ഇതാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. Coming to Kerala, you know what the left front has done to this state. കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇടതു മുന്നണി ഈ കേരളത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. You know how the BJP is trying to ensure that they are helped. നിങ്ങൾക്ക് ഉറപ്പാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും BJP അവർ അധികാരത്തിൽ ഇരിക്കാൻ എന്താണ് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Every single opposition government, the CBI and the ED is used aggressively. എല്ലാ സ്ഥാപനങ്ങളും CBI പോലെയുള്ള എല്ലാ സ്ഥാപനങ്ങളും വളരെ അഗ്രസീവായിട്ട് ആക്രമണോത്സുകമായിട്ട് BJP ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. There is no such thing happening in Kerala. അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടില്ല. There is no such pressure being put on the government of Kerala by Narendra Modi. അങ്ങനെ ഒരു സമ്മർദ്ദം കേരളത്തിലെ
നടപടികളിന്മേൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇതുവരെ ചെലുത്തിയിട്ടില്ല. CBI, ED, they're very relaxed about the cases in Kerala. CBIയും EDയും കേരളത്തിലെ കേസുകളെ പറ്റി വളരെ റിലാക്സ്ഡ് ആണ്. അവർ ഒരു സമ്മർദ്ദവും കേരള ഗവൺമെന്റിന് മേൽ ചെലുത്തുന്നില്ല. And this is not hidden. The whole of Kerala knows it. It's obvious. ഇത് ഒളിച്ചു വെക്കുന്ന കാര്യമല്ല. കേരളത്തിലുള്ള മുഴുവൻ കേരളത്തിനും അറിയാവുന്ന കാര്യമാണ്. Now we have an assembly election coming. ഇപ്പോ നമ്മുടെ മുൻപിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. It is an election of ideologies. അത് പ്രത്യയശാസ്ത്രങ്ങളുടെ ആശയങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പാണ്. Ideology of the UDF versus the ideology of the LDF and the ideology of the RSS. UDFന്റെ പ്രത്യയശാസ്ത്രം, UDFന്റെ ആശയ സംഹിത, ഇടതുപക്ഷ മുന്നണിയുടെ ആശയ സംഹിത, അതിനും എതിരെ UDFന്റെ ആശയ സംഹിതയ്ക്കെതിരെ ഇടതുപക്ഷ മുന്നണിയുടെ ആശയ സംഹിതയും RSSന്റെ പ്രത്യയശാസ്ത്രവും, ഈ പ്രത്യയശാസ്ത്രങ്ങളുടെ ഏറ്റുമുട്ടലാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. Just do a simple thing. ഒരു ലളിതമായ ഒരു കാര്യം ചെയ്യുക. Go to the newspaper and see, does the BJP attack the Congress more or does it attack the CPIM? നിങ്ങൾ ലളിതമായ ഒരു കാര്യം ചെയ്യുക. പത്രങ്ങൾ തുറന്ന് നോക്കുക, എന്നിട്ട് മനസ്സിലാക്കുക BJP ആരെയാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്. BJP കൂടുതൽ ആക്രമിക്കുന്നത് കോൺഗ്രസിനെയാണോ അതോ CPIM-നെയാണോ എന്ന് നിങ്ങൾ പത്രം തുറന്ന് വളരെ ലളിതമായി മനസ്സിലാക്കുക. Does the Prime Minister attack the Chief Minister of Kerala or does he attack the leadership of the Congress party? പ്രധാനമന്ത്രി ആക്രമിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ അതോ കോൺഗ്രസ് നേതൃത്വത്തെയാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. I don't have to go into the details. You can see what is going on. You can see the diagram. നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഞാൻ വിശദമായി പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അത് സംഭവിക്കുന്നത്. Now for us in Wayanad, there is another very important reason why we have to win this assembly election. നമ്മളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ എന്തുകൊണ്ട് നമ്മൾ ഈ അസംബ്ലി ഇലക്ഷൻ ജയിക്കണം എന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. You know that the people of Wayanad struggle for medical services. നിങ്ങൾക്കറിയാം വയനാട്ടിലെ ജനങ്ങൾ പല അവശ്യ സേവനങ്ങൾക്കും അവശ്യ വസ്തുക്കൾക്കും വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാം. We've been asking first nicely, then pressurizing the government on the medical college here. ഇവിടുത്തെ മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് ഞാൻ പല പ്രാവശ്യം ഗവൺമെന്റിനെ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. And you can see that the government is going slow and not giving Wayanad the medical college. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ പതുക്കെയാണ് പോകുന്നത്. ഗവൺമെന്റ് വയനാട്ടിൽ മെഡിക്കൽ കോളേജ് നൽകുന്നതിൽ വളരെ പതുക്കെയാണ് മുൻപോട്ട് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. And I really want to help build this medical college in Wayanad. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ആത്മാർത്ഥമായി വളരെ അധികം ഇവിടെ ഈ മെഡിക്കൽ കോളേജ് നിർമ്മിക്കണം എന്ന കാര്യത്തിൽ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. I want to make sure that the poorest people here have access to top quality medical care. ഇവിടുത്തെ ഏറ്റവും ദരിദ്രരായ ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ സംവിധാനങ്ങൾക്ക് ആ സംവിധാനങ്ങളെ പ്രാപിക്കാൻ കഴിയും, അവയുടെ ഉപയോഗം ഉണ്ടാകും എന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. എനിക്ക് അതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിന്റെ യാഥാർത്ഥ്യമാകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. And brothers and sisters, the UDF government in Kerala is a guarantee for the medical college. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, കേരളത്തിൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ വയനാട്ടിലെ മെഡിക്കൽ കോളേജ് ഒരു ഉറപ്പാണ്, ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So you have to fight the assembly election the same way, with the same aggression that you fought the Lok Sabha election, that you fought and won this panchayat election. അതുകൊണ്ട് ഏത് രീതിയിലാണോ ഏത് ആവേശത്തോടു കൂടിയാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ നേരിട്ടത്, ഏത് ആവേശത്തോടു കൂടിയാണോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചത്, അതേ ആവേശത്തോടു കൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ നേരിടണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. Finally, some days back, the leadership of Kerala came to Delhi and they spoke to me. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിലെത്തി അവരെന്നോട് സംസാരിച്ചു. And I said 3 things to them. ഞാൻ അവരോട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. The first thing I said was that we have to give as many youngsters representation as possible. ഞാൻ അവരോട് പറഞ്ഞ ആദ്യത്തെ കാര്യം, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കഴിയുന്നത്ര യുവജനങ്ങൾക്ക് നമ്മൾ പ്രാതിനിധ്യം നൽകണം എന്നതാണ് ഞാൻ അവരോട് ആദ്യമായി പറഞ്ഞത്. There is a place for experience
but there is also a very big place for youth and the energy they bring. എല്ലായ്പ്പോഴും അനുഭവ സമ്പത്തിന് ഒരു വലിയ പ്രാധാന്യവും ഇടവുമുണ്ട്. അതുപോലെ തന്നെ അതിലും വലുതായ ഒരു പ്രാധാന്യവും ഇടവും യുവജനങ്ങൾക്കും അവർ കൊണ്ടുവരുന്ന ഊർജത്തിനുമുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I said that the ticket process must be transparent and open and accessible. People should be able to see how Congress and UDF are choosing their candidates. അത് മാത്രമല്ല, ഞാൻ അവരോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന പ്രക്രിയ ഏറ്റവും സുതാര്യമായിരിക്കണം. ചുറ്റുമുള്ള ആളുകൾക്ക് കാണാൻ സാധിക്കണം ഏത് പ്രക്രിയയിലൂടെയാണ്, എങ്ങനെയാണ് UDFും കോൺഗ്രസും സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുക എന്നത്. And finally I said that we must make a people's manifesto that is made through a mass movement with the people of Kerala. അത് മാത്രമല്ല, മൂന്നാമതായി ഞാൻ അവസാനമായി അവരോട് പറഞ്ഞ കാര്യം, നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒരു ജനങ്ങളുടെ മാനിഫെസ്റ്റോ, ജനങ്ങളുടെ പ്രകടന പത്രിക ആയിരിക്കണം. ആ പ്രകടന പത്രിക ഉണ്ടാവുന്നത് ജനങ്ങളുടെ വലിയൊരു കൂട്ടായ്മയിലൂടെ ആണ്. കേരളത്തിൽ മുഴുവനുമുള്ള ജനങ്ങളുടേതായിട്ടാണ് ഒരു പ്രകടന പത്രിക നമ്മൾ ഉണ്ടാക്കേണ്ടത്. And it should be a manifesto that transforms the state of Kerala. ആ പ്രകടന പത്രികയിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ കേരളത്തെ മാറ്റുന്നതായിരിക്കണം. കേരളത്തിന്റെ പരിവർത്തനത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളായിരിക്കണം ആ പ്രകടന പത്രികയിൽ ഉണ്ടാവേണ്ടത്. And it should be a commitment that the UDF makes to the people of Kerala. അത് കേരളത്തിലെ ജനങ്ങൾക്ക് UDF നൽകുന്ന ഉറപ്പായിരിക്കണം. UDFന്റെ വാഗ്ദാനവും പ്രതിബദ്ധതയുമായിരിക്കണം. Now I'm seeing this crowd and there's many men over here and there's too few women here. ഞാൻ ഇവിടെ കാണുമ്പോൾ ധാരാളം പുരുഷന്മാരുണ്ട്, പക്ഷെ കുറച്ച് സ്ത്രീകളെ ഇവിടെ ഉള്ളൂ. So next time I speak to the leaders of Kerala, I'm going to say one last thing. അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം കേരളത്തിലെ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. Which is that along with youngsters, we also need to make sure that the next Vidhan Sabha has dynamic ladies from the UDF. അത് മാത്രമല്ല, ഞാൻ അടുത്ത പ്രാവശ്യം കേരളത്തിലെ നേതാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, യുവജനങ്ങളോടൊപ്പം കേരളത്തിലെ അസംബ്ലിയിൽ ഊർജ്ജസ്വലരായ സ്ത്രീകളും ഉണ്ടായിരിക്കണം എന്ന കാര്യം ഞാൻ നേതാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു. The clap from the men is not that strong. പുരുഷന്മാരുടെ കയ്യടി അത്ര, സ്ത്രീകളുടെ കയ്യടി പോലെ അത്ര ശക്തമായ കയ്യടിയല്ല പുരുഷന്മാരിൽ നിന്ന് വരുന്നത്. അതിന്റെ ഞാൻ ശ്രദ്ധിക്കുകയാണ്. It's fine, it's fine. അത് തൽക്കാലം കുഴപ്പമില്ല. Thank you very much. താങ്ക് യു. നന്ദി.